ഇപ്പോൾ കിട്ടിയതിലേക്ക് വിശദമായി കടക്കുന്നു. നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെ ഡൽഹി ജന്തർ മന്ദിറിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ സമരത്തിന് നേരെ പോലീസിന്റെ ലാത്തിചാർജ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന് പരിക്കേറ്റു. ബൽറാം നെടുങ്ങാടി നൽകും ഡൽഹിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ. ബൽറാം, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ വലിയ ലാത്തിചാർജാണ് ജന്തർ മന്ദിറിൽ ഉണ്ടായത്. എന്താണ് അവിടെ സംഭവിച്ചതൊപ്പം പരിക്കേറ്റവരുടെ നില എന്താണ്? രാഹുൽ മാങ്കൂട്ടത്തിന് ഗുരുതരമായി പരിക്കേറ്റുള്ള വാർത്തകൾ നേരത്തെ വന്നിരുന്നല്ലോ, വിവരങ്ങൾ. ബൽറാമിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്താം. നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെയാണ് ഡൽഹി ജന്തർ മന്ദിറിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ സമരം നടത്തിയത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെ പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി. ദൃശ്യങ്ങളിൽ ലാത്തിച്ചാർജ് ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകർ കാണാം. ബൽറാം നൽകും മറ്റു വിവരങ്ങൾ. ബൽറാം, എപ്പോഴാണ് അവിടെ ഈ പ്രതിഷേധം ഉണ്ടായത്? അതിൽ ലാത്തിച്ചാർജ് ഉണ്ടാവേണ്ട സാഹചര്യം എന്തായിരുന്നു? ഒപ്പം ഈ പരിക്കേറ്റവരുടെയൊക്കെ നില എന്താണ്? പ്രജിൻ, ഇന്ന് രാവിലെ 11 മണിക്കാണ് യൂത്ത് കോൺഗ്രസ് ദേശീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡൽഹി ജന്തർ മന്ദിറിൽ ഈ പ്രതിഷേധം പ്രഖ്യാപിച്ചിരുന്നത്. രണ്ട് വിഷയങ്ങളാണ് പ്രധാനമായും: നീറ്റ് പരീക്ഷാ ക്രമക്കേട്, ഒപ്പം തന്നെ അഗ്നിപത് പദ്ധതി. ഈ നീറ്റ് പരീക്ഷ പുനഃപരീക്ഷണം നടത്തണം എന്നും NTA ഒഴിവാക്കണം എന്നുമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ശക്തമായ പ്രതിഷേധമാണ് സംഘടിപ്പിച്ചത്. രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. കേരളത്തിൽ നിന്നുള്ള പ്രവർത്തകർ ഉൾപ്പെടെ ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. 12:30 പരിപാടി എന്നാൽ ആരംഭിച്ചത്. നേതാക്കൾ എല്ലാവരും തന്നെ എത്തിയത്. തുടർന്ന് ശക്തമായ പ്രതിഷേധങ്ങൾക്ക് ശേഷം പിന്നീട് പ്രവർത്തകർ പിരിഞ്ഞു പോകുന്ന ഘട്ടത്തിലാണ് ഈ പോലീസിന്റെ ബാരിക്കേഡുകൾ തകർക്കാനുള്ള ശ്രമം ഉണ്ടായത്. ശക്തമായി പ്രതിഷേധിച്ച ഈ പ്രവർത്തകർ ഈ പോലീസ് സ്ഥാപിച്ചിരുന്ന ബാരിക്കേഡുകൾ ജന്തർ മന്ദിറിൽ കൃത്യമായി റോഡിന്റെ ഇരുവശങ്ങളിലും ബാരിക്കേഡ് കെട്ടി കൃത്യമായി പ്രതിഷേധിക്കാനുള്ള സ്ഥലത്ത് മാത്രമേ ഈ പ്രതിഷേധം നടത്താവൂ എന്ന് പോലീസ് നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഈ ബാരിക്കേഡുകൾ മറിച്ചിട്ടതോടുകൂടിയാണ് പോലീസ് ഈ വളഞ്ഞിട്ട് മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നിരവധി പ്രവർത്തകർക്ക് ഈ മർദ്ദനത്തിൽ പരിക്കേറ്റു. യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ BV ശ്രീനിവാസൻ, ഒപ്പം തന്നെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ള പ്രവർത്തകർക്ക് പോലീസിന്റെ ലാത്തി ചാർജിൽ മർദ്ദനമേറ്റിട്ടുണ്ട്. ഇവരെല്ലാം തന്നെ പലരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം മടങ്ങിയിട്ടുണ്ട്. എന്തായാലും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായതും കടുത്ത ഒരു നടപടിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നും അകാരണമായി പ്രവർത്തകരെ തടഞ്ഞുവെച്ച് വളഞ്ഞുവെച്ച് മർദ്ദിക്കുകയായിരുന്നു എന്നുമാണ് ആരോപണം. രാജ്യവ്യാപകമായി തന്നെ ഈ പ്രതിഷേധം, നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരായ പ്രതിഷേധം വ്യാപിപ്പിക്കാനാണ് യൂത്ത് കോൺഗ്രസിന്റെ തീരുമാനം. പ്രജിൻ, ശരി. ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങൾ നൽകിയത്. പ്രതിഷേധം നടത്തി മടങ്ങുന്ന സമയത്താണ് ഈ രീതിയിൽ ലാത്തിചാർജ് ഉണ്ടായിരിക്കുന്നത് എന്ന ആരോപണം കൂടി, എന്ന വിമർശനം കൂടി ഇപ്പോൾ യൂത്ത് കോൺഗ്രസും ഉയർത്തിയിട്ടുമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ളവർക്കാണ് ഈ ലാത്തിചാർജിൽ പരിക്കേറ്റത്. ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങൾ നൽകിയത്. നിയമസഭാ കെട്ടിടത്തിന്റെ മേൽത്തട്ടിന്റെ ഒരു ഭാഗം ഇളകി വീണ അപകടം. ഒരു വാച്ച് ആൻഡ് വാർഡിന് പരിക്കേറ്റു. ഷഫീദ് റാവുത്തർ നൽകും കൂടുതൽ വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്നും. ഷഫീദ്, എന്താണ് സംഭവിച്ചത്? ഈ പഴക്കം കൊണ്ട് തന്നെയാണോ ഈ മേൽത്തട്ടിന്റെ ഒരു ഭാഗം ഇളകി വീണത്? പ്രജിൻ, വൈകിട്ട് 3:30 നിയമസഭാ കെട്ടിടത്തിൽ ഈ അപകടമുണ്ടാകുന്നത്. നിയമസഭാ ഹാളിന് തൊട്ടുപുറത്തുള്ള കോറിഡോറിലെ മുകൾ ചുവരിലുള്ള ഒരു ഭാഗമാണ് അടർന്നു വീണത്. ആ സമയത്ത് അവിടെ വാച്ച് ആൻഡ് വാർഡ് ഗാർഡുകൾ ഉണ്ടായിരുന്നു. അതിൽ ഒരാളുടെ ദേഹത്തേക്ക് ഇതിന്റെ ഒരു ഭാഗം അടർന്നു വീണു. ചെറിയ പരിക്കുകളുണ്ട്. ഇയാൾക്ക് പ്രാഥമിക ചികിത്സ, അത് നിയമസഭാ കെട്ടിടത്തിലെ ആശുപത്രിയിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന് ചികിത്സ നൽകുകയും ചെയ്തിട്ടുണ്ട്. നിയമസഭാ സമ്മേളനം നടക്കുമ്പോഴായിരുന്നു അത്തരത്തിൽ നിയമസഭാ കെട്ടിടത്തിന്റെ ഒരു ഭാഗം ഒരു ഹോളിന് തൊട്ട് മുകൾ ചുവരിലെ ഒരു ഭാഗം അടർന്നു വീണത്. പ്രജിൻ, ശരി. ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങൾ നൽകിയത്. കളിയിക്കാവിളയിൽ ക്വാറി ഉടമ ദീപു സ്വാമിനെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കട്ടർ ബ്ലേഡ് കണ്ടെത്തി. പ്രതി സജികുമാറിന്റെ മലയത്തെ വീടിന് സമീപത്തുള്ള തോട്ടിൽ നിന്നാണ് ബ്ലേഡ് കണ്ടെത്തിയത്. ദീപുവിന്റെ ഭാര്യയുടെ മൊഴിയും എടുത്തിട്ടുണ്ട്. അജീഷ് ജയകുമാർ നൽകും തിരുവനന്തപുരത്ത് നിന്നും കൂടുതൽ വിവരങ്ങൾ. അജീഷ്, ഈ ദീപുവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ മൊഴികളിലെ വൈരുദ്ധ്യം അത് പോലീസിനെ വലിയ രീതിയിൽ കുഴക്കിയിരുന്നു. ഇപ്പോൾ എന്താണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? പോലീസ് ഇപ്പോൾ പരമാവധി തെളിവുകൾ ശേഖരിക്കുന്ന പ്രയത്നത്തിലുമാണ്. എന്താണ് ഇന്ന് ലഭിച്ച വിവരങ്ങൾ, വിശദാംശങ്ങൾ? പ്രജിൻ പറഞ്ഞതുപോലെ തന്നെ ഈ
പ്രധാന പ്രതി അമ്പിളി പിടിയിലായതിനു ശേഷം ഇപ്പൊ ഒരു ദിവസം കഴിഞ്ഞു. ഇതിനുശേഷം ഇയാളുടെ മൊഴിയാണ് പോലീസിനെ ഏറെ തലവേദന ഉണ്ടാക്കുന്നത്. ഓരോ ദിവസം കഴിയും തോറും ഓരോ ചോദ്യം ചെയ്യലിലും ഇയാൾ വെവ്വേറെ മൊഴികളാണ് നൽകുന്നത്. ഇതിലെ വൈരുദ്ധ്യമാണ് പോലീസിനെ കുഴപ്പിക്കുന്നത്. ഇന്ന് പറഞ്ഞിട്ടുള്ളത്, ഈ പ്രതി പറഞ്ഞിട്ടുള്ളത്, കുടുംബത്തിന് ഇൻഷുറൻസ് തുക കിട്ടാനായി ഈ ദീപ് പറഞ്ഞിട്ട് തന്നെയാണ് ദീപുവിനെ കൊന്നതെന്നാണ്. ഇതും പോലീസിന് തലവേദന ഉണ്ടാക്കുന്നു. പക്ഷേ ഇത് പോലീസിന്റെ വിലയിരുത്തലനുസരിച്ച് ഇത് കൂട്ടുപ്രതികളെ രക്ഷിക്കാനുള്ള ഈ അമ്പിളിയുടെ ശ്രമത്തിന്റെ ഭാഗമാണ് ഇത്തരത്തിൽ മൊഴി നൽകുന്നതെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. ഈ അന്വേഷണത്തിലാണ് ഇപ്പോൾ ഈ പാറശാല സ്വദേശി സുനിൽ എന്ന ആളിലേക്ക് അന്വേഷണം എത്തി നിൽക്കുന്നത്. ഈ സുനിൽ ഇവിടത്തെ ആശുപത്രി ഉപകരണങ്ങൾ വിൽക്കുന്ന ഡീലറാണ്. ഇയാൾക്ക് പാറശാലയിലും നെയ്യാറ്റിൻകരയിലും ഷോപ്പുകളുണ്ട്. ഇയാളാണ് ഇതിന്റെ മുഖ്യ ആസൂത്രകൻ. ഇയാൾ കൊട്ടേഷൻ നൽകിയാണ് ഈ കൊലപാതകം നടത്തിയെന്നൊരു നിഗമനത്തിലാണ് പോലീസ് എത്തിയിരിക്കുന്നത്. ഈ കൊലപാതകം നടത്താൻ ഉപയോഗിച്ചിരിക്കുന്ന കട്ടർ ബ്ലേഡും ഒപ്പം തന്നെ ഈ ഗ്ലൌസും മാസ്കും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഈ അമ്പിളിക്ക് നൽകിയത് ഈ സുനിൽ എന്ന വിലയിരുത്തലിലാണ് പോലീസ് എത്തിയിരിക്കുന്നത്. ഈ കൊലപാതകത്തിന് ശേഷം ഈ ഒരു പാൻസും ടീഷർട്ടും ധരിച്ച് അമ്പിളി തൊട്ടടുത്തുള്ള ഒരു മെഡിക്കൽ സ്റ്റോറിൽ പോകുന്ന ദൃശ്യങ്ങളും ഇതിനിടയിൽ പുറത്തു വന്നു. അവിടെ എത്തി ഈ കളിയിക്കാവിളയിലേക്ക് പോകാൻ ഒരു വണ്ടി കിട്ടുമോ എന്ന് സഹായം ചോദിച്ചു അവിടുത്തെ കടക്കാരനോട്. പക്ഷേ ആ കടക്കാരന്റെ മൊബൈൽ ഫോൺ വാങ്ങി ഒരാളെ വിളിക്കുകയും ചെയ്തു. അത് സുനിൽ എന്നാണ് പോലീസിന് സംശയം. പക്ഷേ ആ ഫോൺ വിളിച്ച എതിർവശത്തുള്ള ആൾ സ്വിച്ച്ഡ് ഓഫ് ആയിരുന്നു. അതിനുശേഷം ഒരു ബൈക്കിൽ കയറി അമ്പിളി കളിയിക്കാവിളയിലേക്ക് പോയിരുന്നതായി മെഡിക്കൽ സ്റ്റോർ ജീവനക്കാരൻ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഈ അമ്പിളിയുടെ ഭാര്യയുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അമ്പിളിയുടെ ഭാര്യ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിൽ തന്നെയാണ്. അന്ന് ഈ കാറിലുണ്ടായിരുന്ന പണം 10 ലക്ഷം രൂപ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. JCB വാങ്ങാനായി പൊള്ളാച്ചിയിലേക്ക് പോകാനാണ് ഈ പണം കയ്യിരുന്നത്. ഈ പണം അമ്പിളി കൊണ്ടുപോയി. ഇതിൽ 7.5 ലക്ഷം രൂപ വീട്ടിലുണ്ടായിരുന്നു. ഈ പണം കളിക്കാവിള പോലീസ് പ്രത്യേക അന്വേഷണ സംഘം ഈ അമ്പിളിയുടെ മലയത്തുള്ള വീട്ടിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ അവിടെ ഒരു ബാഗിലായി ഈ അന്ന് ധരിച്ചിരുന്ന രക്തക്കറയുള്ള വസ്ത്രങ്ങളും പോലീസ് അതിന്റെ ചില ഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ബാക്കി ഭാഗങ്ങൾ കത്തിച്ച് കളഞ്ഞ ശേഷം തൊട്ടടുത്തുള്ള പുഴയിലേക്ക് തള്ളി. വീടിന് തൊട്ടടുത്തുള്ള ഒരു തോട്ടിൽ നിന്ന് തന്നെയാണ് കൊലയ്ക്ക് ഉപയോഗിച്ച കട്ടർ ബ്ലേഡും ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. നിലവിൽ എന്തായാലും ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കി പ്രതിയെ റിമാൻഡ് ചെയ്യും. അതിനുശേഷം കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. ശരി, അജീഷ് ജയകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. കോഴിക്കോട് കാപ്പാട് കടലാക്രമണം രൂക്ഷം. കാപ്പാട് തീരദേശ റോഡ് തകർന്നു. സംഭവസ്ഥലത്ത് നിന്ന് വിവരങ്ങളുമായി അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്നുണ്ട്. ഈ പലയിടങ്ങളിലും കോഴിക്കോട് പ്രത്യേകിച്ചും ഈ തീരമേഖലയിലൊക്കെ തന്നെ വലിയ കടലേറ്റം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. എന്താണ് കാപ്പാട് മേഖലയിലെ അവസ്ഥ? അവിടെ വീടുകളിൽ കഴിയുന്നവരൊക്കെ മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യമുണ്ടോ? പ്രജിൻ, തീരദേശ മേഖലയിലുള്ളവർ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് ഈ കടലാക്രമണം കാരണമാണ്. ഞാനിപ്പോഴുള്ളത് രൂക്ഷമായ കടലാക്രമണത്തെ തുടർന്ന് തകർന്ന കാപ്പാട് കൊയിലാണ്ടി തീരദേശ റോഡിലാണ്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ റോഡ് ഗതാഗതം സാധ്യമാകാനാകാത്ത വിധത്തിൽ തകർന്നിട്ടുണ്ട്. ഒരു ഭാഗത്ത് കുറച്ചുകൂടി മുൻപോട്ട് പോയി കഴിഞ്ഞാൽ വലിയൊരു ഗർത്തം രൂപപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത്. കാരണം ഇതിലൂടെയാണ് ഈ കൊയിലാണ്ടി ഹാർബറിലേക്കുള്ളവർ ഈ റോഡിലൂടെയാണ് അപ്പുറത്തേക്ക് എത്തിക്കൊണ്ടിരുന്നത്. അതിനാൽ തന്നെ ഈ റോഡ് തകർന്നത് കൊണ്ടുള്ള ഏറ്റവും വലിയ ദുരിതം അനുഭവിക്കുന്നത് ഈ മത്സ്യത്തൊഴിലാളികളാണ്. നേരത്തെയും പലതവണ ഈ റോഡ് തകരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴൊക്കെയും ചില തട്ടിക്കൂട്ട് അറ്റകുറ്റപ്പണികൾ. അഭിജിത്ത് മുഴക്കുന്നാണ് കൊയിലാണ്ടി കാപ്പാട് തീരദേശ റോഡിൽ നിന്ന് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വലിയ ഗർത്തമടക്കം രൂപപ്പെടുന്ന രീതിയിൽ അവിടെ വലിയ കടലാക്രമണമാണ് ഉണ്ടായത്. ഹാർബറിലേക്കൊക്കെ പോകുന്ന ആൾക്കാർക്ക് ഇപ്പോൾ അവിടേക്ക് എത്താൻ പറ്റാത്ത സാഹചര്യമുണ്ട് വാഹനവുമായി എന്ന വാർത്ത കൂടി അഭി പങ്കുവെക്കുന്നു. അഭി, തുടരാം. പ്രജിൻ, ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിക്കുന്നത് ഈ മത്സ്യത്തൊഴിലാളികളാണ്. കാരണം അവർക്ക് ഈ കൊയിലാണ്ടി ഹാർബറിലേക്ക് പോകാനുള്ള ഏറ്റവും എളുപ്പമാർഗം ഈ തീരദേശ പാതയാണ്, ഈ ഹാർബർ റോഡാണ്. നമ്മൾ വരുമ്പോൾ നമ്മൾക്ക് കാണാനായി സാധിക്കുന്നത് പലപ്പോഴും ഈ വാഹനങ്ങളിലൊക്കെ വരുന്നവർ ഇവിടെ എത്തിയപ്പോൾ മാത്രമാണ് ഇങ്ങനെ ഒരു പ്രശ്നമുള്ള കാര്യം മനസ്സിലാക്കുന്നത്. നേരത്തെ ഇന്നലെയൊക്കെ തന്നെ ഇതിനുള്ളൊരു മുന്നറിയിപ്പ് ബോർഡുകളൊന്നും ഇവിടെ സ്ഥാപിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ചെറിയ രീതിയിൽ വ്യക്തത കുറവുണ്ട്, അവിടെ കണക്ടിവിറ്റി ഇഷ്യൂസ് ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. അഭിജിത്ത് മുഴക്കുന്നാണ് കാപ്പാട് നിന്നും വിശദാംശങ്ങൾ നൽകിയത്. കോഴിക്കോട് സൗത്ത് ബീച്ചിലും കടലാക്രമണമുണ്ട്. വീടുകളിൽ വെള്ളം കയറുന്ന സാഹചര്യമുണ്ട്. രാഹുൽ സുരേഷാണ് സൗത്ത് ബീച്ചിൽ നിന്നും തത്സമയം ചെയ്യുന്നത്. രാഹുൽ, എല്ലാ ഇടങ്ങളിലും പ്രത്യേകിച്ചും ഈ തീരമേഖലയിലൊക്കെ തന്നെ ഇങ്ങനെ കടലാക്രമണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ സൗത്ത് ബീച്ചിലെ അവസ്ഥ എന്താണ്? അവിടെ വീടുകളൊക്കെ തന്നെ ഭീഷണിയിലാണോ?
പ്രജിൻ, ഈ സൗത്ത് ബീച്ചിൽ ഏതാണ്ട് 30-ലധികം വീടുകളിലാണ് ഇപ്പോൾ വെള്ളം കയറി തുടങ്ങിയിട്ടുള്ളത്. ഇന്നലെയും ഇതിന് സമാനമായ സാഹചര്യം ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ശേഷമാണ് ഈ കടലാക്രമണം രൂക്ഷമായി തുടങ്ങിയിട്ടുള്ളത്. കടലാക്രമണം ഇന്ന് വീണ്ടും ആരംഭിച്ചതെന്നാണ് പറയുന്നത്. ഇവിടെ തന്നെ 30ഓളം വീടുകളിൽ നേരിയ തോതിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഇപ്പോൾ കടലാക്രമണം ആരംഭിച്ച അല്പസമയം മാത്രമാണ് ആയിട്ടുള്ളൂ. ഈ കുറച്ച് സമയം കൂടെ കഴിയുമ്പോഴേക്കും വീടിനകത്തേക്ക് പൂർണ്ണമായും വെള്ളം കയറുന്ന സാഹചര്യത്തിലേക്ക് എത്തുമെന്നാണ് ഇവിടെയുള്ള പ്രദേശവാസികൾ ഉൾപ്പെടെ പറയുന്നത്. എന്താണ് ഈ കഴിഞ്ഞ 2 ദിവസമായി ഇവിടെയുള്ള സാഹചര്യം? ഇപ്പോൾ 10-30ഓളം വീടുകൾ വെള്ളം കയറിയിട്ടുണ്ടല്ലോ. അതെ, ഇവിടെ ഒരുപാട് ജനങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശമാണല്ലോ. തൊട്ടടുത്ത പ്രദേശത്ത് കടൽ ഭിത്തി ഉണ്ടാക്കുന്നത് കൊണ്ടുള്ള പ്രഷർ ഇവിടെ ഈ കടൽ പാറക്കല്ലുകൾ ഉയർത്താതെ നിന്നാൽ ഈ 33 വീടുകളും വെള്ളത്തിനിടയിലാവും. അപ്പോൾ അതിന് ആവശ്യമായ നടപടികൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ നടത്തണം. വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. വീട് തകരുന്ന ഏതെങ്കിലും നാശനഷ്ടം ഉണ്ടാകുന്ന സാഹചര്യം ഇന്നലെ ഇന്നുമായിട്ട് ഉണ്ടായിട്ടുണ്ടോ ഇവിടെ? തീർച്ചയായിട്ടും ഒരുപാട് വീടുകൾക്ക് ചെറിയ തോതിലുള്ള നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ അത് രൂക്ഷമാവാനും സാധ്യതയുണ്ട്. ഭീഷണിയിലാണ് ഈ ഏരിയയിൽ നിൽക്കുന്നത്. സാധാരണ നിങ്ങൾ ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുമ്പോൾ ക്യാമ്പുകളിലേക്ക് മാറുവാണോ ചെയ്യുന്നത്, അതോ? അതിനു മുമ്പൊക്കെ മാറിയിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ വളരെ കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും വളരെ പ്രശ്നമാണ്. കാരണം വെച്ചാൽ എല്ലാവരും പേടിച്ചുകൊണ്ടാണ് നിൽക്കുന്നതൊക്കെ. ഇനിയും കൂടൂലേ രാത്രിയാവും? കൂടാൻ സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. എവിടെ ഈ കടൽ ഭിത്തി നിർമ്മിച്ചത്? കടൽപ്പാലം എവിടെ നിർമ്മിച്ചേ? അത് കുറച്ചപ്പുറം മോതാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉണ്ട്. അടുത്ത കാലത്ത് നിർമ്മിച്ചാണോ? അതുപോലെ ഒരു കൊല്ലാവാനാണ് പണി നടന്നുകൊണ്ട്. അതിന്റെ ഒരു പ്രഷറാണല്ലേ? അതെന്താണെന്നറിയില്ല. അതിന്റെ പ്രഷറാണെന്ന് കഴിഞ്ഞ പ്രാവശ്യം ഇല്ലായിരുന്നു. കഴിഞ്ഞ എവിടെയും ഇവിടെ വെള്ളം കയറിയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇതിന്റെ അത്ര ഇല്ല. ഇതിപ്പോ ഭയങ്കര സ്ട്രോങ് കൂടി. അവിടെ ഇറക്കിയിട്ടുണ്ട് വെള്ളയിൽ മോതാറും. അതിന്റെ ശേഷം അപ്പോൾ നല്ലോണം കയറുന്നത്. ഇവിടെ മൊത്തമായിട്ട് പണിയായിരിക്കും. പിന്നെ ഷോക്കിന്റെ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്. എല്ലായിടത്തും എർത്താണ്. ചുമര് പ്രജന ഏതാണ്ട് 30-ലധികം വീടുകളാണ് ഈ പ്രദേശത്തുള്ളത്. പ്രായമായവർ, കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ താമസിക്കുന്നതാണ്. രാത്രിയാകുമ്പോഴേക്കും വലിയ ആശങ്കയാണെന്നാണ് ഈ പ്രദേശവാസികൾ ഉൾപ്പെടെ പറയുന്നത്. എന്താണേലും കഴിഞ്ഞ വർഷങ്ങളിൽ ഈ പ്രദേശത്ത് വെള്ളം കയറിയതല്ലായിരുന്നു. പക്ഷേ തൊട്ടപ്പുറത്ത് ഒരു കടൽപ്പാലം നിർമ്മിച്ചിട്ടുണ്ട്. അതിൻ്റെതായുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഈ മേഖലയിൽ ഉള്ളതെന്നാണ് ഈ നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത്. പ്രജി, ശരി. രാഹുൽ സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്നും. അടുത്ത വാർത്തയിലേക്ക്. കണ്ണൂർ ചൊക്ലിയിൽ കൂറ്റൻ മരം കടപുഴകി വീണ് നിർത്തിയിട്ട 3 കാറുകൾ തകർന്നു. വാഹനത്തിൽ ആളുകൾ ഇല്ലാത്തതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. സജോ ദേവസ്യ അല്പസമയത്തിനകം ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരും. മറ്റൊരു വാർത്തയിലേക്ക്. കനത്ത മഴയിൽ എറണാകുളത്ത് കടലാക്രമണമുണ്ട്. ചെല്ലാനത്ത് കടലാക്രമണത്തിൽ വീടുകൾക്ക് കേടുപാട് പറ്റി. വിഷ്ണു സുരേഷാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. വിഷ്ണു, എല്ലാ വർഷങ്ങളിലും ഈ പറയുന്നത് പോലെ മഴക്കാലത്ത് ചെല്ലാനത്തെ ആൾക്കാരുടെ ദുരിതം അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അത് തീർത്തും ദൗർഭാഗ്യകരമാണ്. അതിലൊരു നടപടിയും പരിഹാരവും ഉണ്ടാവുന്നില്ല എന്നത്. എന്താണ് ഇത്തവണത്തെ അവിടുത്തെ അവസ്ഥ? നാട്ടുകാർ എന്തു പറയുന്നു? പ്രജിൻ, നിലവിൽ ചെല്ലാനത്ത് പ്രതിസന്ധികളൊന്നുമില്ല. കാരണം അവിടെ ടെട്രോപോഡിന്റെ പദ്ധതികളൊക്കെ കൃത്യമായി ആവിഷ്കരിച്ചിരുന്നു. പക്ഷേ അതിനിപ്പുറത്തേക്ക് കണ്ണമാലി, ചെറിയ കടവ് പോലുള്ള പ്രദേശങ്ങളിലാണ് നിലവിൽ പ്രതിസന്ധി രൂക്ഷം. ഞാനിപ്പോൾ നിൽക്കുന്നത് ചെറിയ കടവിലാണ്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ കടൽ അതിശക്തമായി ഇങ്ങോട്ടേക്ക് അടിച്ചു കയറുകയാണ്. ഈ പ്രദേശത്ത് കടൽ ഭിത്തിയില്ല. കടൽ ഭിത്തിയൊക്കെ തകർന്നു കിടക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം. ഇത് ജിയോ ബാഗുകളാണ്. ഇത് കഴിഞ്ഞ 2 ദിവസത്തെ കടലുകയറ്റത്തിൽ ഈ ജിയോ ബാഗുകൾ പൂർണ്ണമായും തകർന്നു. അവർ ആവശ്യപ്പെടുന്നത് കടൽ ഭിത്തി ശക്തമായി ചെല്ലാനം മാതൃകയിൽ ടെട്രോപോഡുകൾ നിർമ്മിക്കുക എന്നുള്ളതാണ്. ഈ ചെറിയ കടവ് പ്രദേശത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ പ്രശ്നമുണ്ട്. കുറെ വർഷങ്ങളായി നമ്മളിത് കാണുന്നുണ്ട്. ഇപ്പോഴും ഒരു പരിഹാരമായിട്ട് ഞങ്ങളിപ്പോൾ ഒരുപാട് വർഷമായിട്ട് ഈ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോഴും അതിനൊരു ശാശ്വത പരിഹാരമില്ല. കഴിഞ്ഞ കൊല്ലവും ഇതേപോലെ വെള്ളം കയറി കടലിൽ വന്ന് പൊങ്ങി ഞങ്ങൾ വെള്ളത്തിനടിയിലായിരുന്നു, പെണ്ണുങ്ങളും കൊച്ചുങ്ങളും അല്ല. അപ്പം അന്ന് കളക്ടർ സാർ വന്ന് പറഞ്ഞ് നവംബർ 15-ാം തീയതി കല്ലിടുവന്ന്. ഇന്നിപ്പോൾ ഇതുവരെ അതിനൊരു തീരുമാനമില്ല. ഇപ്പോഴും ഈ അത്തിപ്പൊഴി സോണിയുടെ വീട് പൂർണ്ണമായിട്ടും നിലം പൊത്തി. അതുപോലെ ഞങ്ങളുടെ ഈ 3 വീടും പോയിക്കൊണ്ടിരിക്കണേ. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഞങ്ങളുടെ വീടും നിലം പൊത്തും. ആ രീതിയിലാണ് ഇപ്പൊ ഈ കടൽ വന്നുകൊണ്ടിരിക്കുന്നത്. കടുത്ത പ്രതിസന്ധിയിലാണ് ഈ ചെല്ലാനത്തെ ഈ ചെറിയ അളവിലെ ആളുകളുള്ളത്. എത്രയും പെട്ടെന്ന് ഈ കടൽ ഭിത്തി കെട്ടണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. അതല്ലെങ്കിൽ ഈ പ്രദേശത്തുള്ള വീടുകളൊക്കെ നിലംപതിക്കാനുള്ള സാധ്യതയാണുള്ളത്. പ്രജി, ശരി. കാലങ്ങളായുള്ള ആ ആവശ്യം അതിപ്പോഴും അത് ആവർത്തിക്കുകയാണ്. നടപടി ഉണ്ടാവുന്നില്ല എന്ന പരിഭവം അത് അവശേഷിക്കുകയും ചെയ്യുന്നു. വിഷ്ണു സുരേഷാണ് ചെല്ലാനത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്. വെൽക്കം ബാക്ക്. ഇപ്പോൾ കിട്ടിയത് തുടരുന്നു. അടുത്ത വാർത്തയിലേക്ക്. തൃശൂർ അതിരപ്പിള്ളി മേഖലയിൽ ശക്തമായ മഴ. അതിരപ്പിള്ളി വെള്ളച്ചാട്ടം നിറഞ്ഞൊഴുകുന്ന അവസ്ഥയുണ്ട്. ചാർപ്പ, വാഴച്ചാൽ വെള്ളച്ചാട്ടങ്ങളിലും ശക്തമായ നീരൊഴുക്കുണ്ട്. സൂരജ് സജി നൽകും തൃശ്ശൂരിൽ നിന്നും അതിന്റെ കൂടുതൽ വിവരങ്ങൾ. സൂരജ്, ശക്തമായ മഴ ഇപ്പോഴും തുടരുന്നുണ്ടോ? എന്താണ് അതിരപ്പിള്ളി വെള്ളച്ചാട്ടത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ? ആർക്കെങ്കിലും ഈ പ്രദേശവാസികളൊപ്പം തന്നെ ഈ നദീതീരത്തുള്ളവർക്കൊക്കെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ടോ?
പ്രജിൻ, ചാലക്കുടി പുഴയുടെ ഇരു കരകളിലുമുള്ളവർ ജാഗ്രത പാലിക്കണം എന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം മുന്നോട്ട് വെക്കുന്നത്. അതിരപ്പള്ളി മേഖലയിൽ ശക്തമായ മഴയാണ് തുടരുന്നത്. പ്രത്യേകിച്ച് ഈ വെള്ളച്ചാട്ടത്തിന് മുകളിലുള്ള ഉൾവനങ്ങളിലെല്ലാം തന്നെ കഴിഞ്ഞ 2 ദിവസമായി നല്ല മഴ പെയ്യുന്നു. ഇന്നലെയെല്ലാം പകൽ സമയം ഉൾപ്പെടെ തോരാ മഴയായിരുന്നു ഈ മേഖലയിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ ഈ പെരിങ്ങൽകുത്ത് ഡാമിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവെല്ലാം വലിയ രീതിയിൽ വർദ്ധിച്ചു. ഇന്നലെ രാവിലെയോടുകൂടി 2 ഷട്ടറുകൾ, പെരിങ്ങൽകുത്ത് ഡാമിന്റെ 2 ഷട്ടറുകൾ തുറന്നിരുന്നു. പക്ഷേ ഈ നീരൊഴുക്ക് വർദ്ധിച്ചതോടുകൂടി കൂടുതൽ ഷട്ടറുകൾ ഇന്ന് രാവിലെയും ഇന്നലെയുമായി തുറന്നിരുന്നു. ഇതോടുകൂടിയാണ് ഈ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലേക്ക് കൂടുതൽ ജലം ഒഴുകിയെത്താൻ തുടങ്ങിയത്. ചാർപ്പ, വാഴച്ചാൽ വെള്ളച്ചാട്ടങ്ങളും ഇതോടൊപ്പം നിറഞ്ഞൊഴുകി. അതിനുശേഷമാണ് ഈ അതിരപ്പള്ളി വെള്ളച്ചാട്ടം വരുന്നത്. അതിരപ്പള്ളിയിലേക്ക് എത്തുമ്പോൾ ഈ ജലം പരന്നൊഴുകേണ്ടതാണ്. പക്ഷേ ഈ ജലത്തിന്റെ അളവ് വലിയ രീതിയിൽ വർദ്ധിച്ചതോടുകൂടി അതിരപ്പള്ളി വെള്ളച്ചാട്ടവും ഈ നിറഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും ചാലക്കുടി പുഴയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം എന്നൊരു നിർദ്ദേശം ഈ ഘട്ടത്തിൽ ജില്ലാ ഭരണകൂടം മുന്നോട്ട് വെക്കുന്നുണ്ട്. ശക്തമായ മഴ അത് മേഖലയിൽ തുടരുകയും ചെയ്യുകയാണ്. പ്രതി സൂരജ് സജിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇനി നേരത്തെ സൂചിപ്പിച്ച വാർത്തയിലേക്കാണ്. കണ്ണൂർ ചൊക്ലിയിൽ കൂറ്റൻ മരം കടപുഴകി വീണ് നിർത്തിയിട്ട 3 കാറുകൾ തകർന്നു. വാഹനത്തിൽ ആളുകളില്ലാത്തതിനാൽ വൻ ദുരന്തം ഒഴിവായി. സജോ ദേവസി നൽകും കണ്ണൂരിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ. സജോ, പൂർണ്ണമായും തകർന്ന വാഹനങ്ങളെ ദൃശ്യങ്ങളിൽ കാണാം. എന്താണ് സംഭവിച്ചത്? പ്രജിന് ഇന്ന് ഉച്ചയോടുകൂടി കണ്ണൂർ ചൊക്ലി രജിസ്റ്റർ ഓഫീസിന് സമീപമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. രജിസ്റ്റർ ഓഫീസ് കോമ്പൗണ്ടിലുള്ള ഒരു വലിയ കൂറ്റൻ മരമാണ് ഒടിഞ്ഞ് റോഡിലേക്ക് പതിച്ചത്. വലിയൊരു ദുരന്തം ഒഴിവായി എന്ന് തന്നെ പറയാം. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒരു 3 വാഹനങ്ങൾ റോഡരികിൽ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. ആ വാഹനങ്ങൾക്ക് മുകളിലേക്കാണ് ഈ കൂറ്റൻ മരം ഒടിഞ്ഞ് വീണത്. ആ 3 വാഹനങ്ങളും ഏതാണ്ട് പൂർണ്ണമായും തന്നെ തകർന്നത് ദൃശ്യങ്ങളിൽ കാണാം. വാഹനത്തിലോ സമീപത്തോ ആരും ഉണ്ടായിരുന്നില്ല. ആ മരം വീഴുന്ന സമയത്ത് ആ പാതയിലൂടെ മറ്റു വാഹനങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നതുമാണ് ഈ വലിയൊരു ദുരന്തം ഒഴിവാക്കിയത്. പിന്നീട് പാനൂർ പോലീസും ഫയർഫോഴ്സും ഒക്കെ സ്ഥലത്തെത്തി മരം മുറിച്ചു നീക്കി വാഹനങ്ങളും അവിടെ നിന്ന് നീക്കം ചെയ്തു. വാഹന ഉടമകളെ സംബന്ധിച്ച് വലിയ ഒരു നഷ്ടമാണ് ഉണ്ടായത്. വാഹനം പൂർണ്ണമായി ടോട്ടൽ ലോസ് എന്ന് പറയുന്ന വിധത്തിൽ തന്നെ തകർന്നു പോയിട്ടുണ്ട്. വലിയ ദുരന്തം തന്നെ. ആർക്കും പരിക്കേറ്റില്ല. സമീപ പ്രദേശങ്ങളിൽ തൊട്ടടുത്ത് ആരും ഉണ്ടായിരുന്നില്ല എന്നതാണ് അപകടവും ദുരന്തവും ഒഴിവാക്കിയത്. ശരി സജോ. കണ്ണൂരിൽ നിന്ന് സജോ ദേവസിയാണ് വിശദാംശങ്ങൾ നൽകിയത്. തിരികെ വീണ്ടും വാർത്തകളിലേക്ക്. എടവനക്കാട് കടൽ ഭിത്തി സ്ഥാപിക്കണമെന്ന ആവശ്യത്തിൽ തീരുമാനമായില്ല. സംയുക്ത സമരസമിതി നാളെ ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിഷ്ണു സുരേഷ് നൽകും വിവരങ്ങൾ. വിഷ്ണു, ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതൊക്കെ മേഖലകളിൽ ഹർത്താൽ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ സമരസമിതി അറിയിച്ചിരിക്കുന്നത്? പ്രജിൻ, എടവനക്കാട് പഞ്ചായത്തിലാണ് നിലവിൽ സംയുക്ത സമരസമിതി ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ വലിയ പ്രതിഷേധത്തിലായിരുന്നു. സബ് കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ എത്തി സമരക്കാരെ അനുനയിപ്പിക്കാൻ ശ്രമം നടത്തിയിരുന്നു. പക്ഷേ അവർ പറയുന്നത് ശാശ്വതമായ ഒരു പരിഹാരം ഈ വിഷയത്തിൽ ഉണ്ടാകുന്നതുവരെ സമരം തുടരുമെന്നായിരുന്നു. അതിന് മുന്നോടിയായി തന്നെയാണ് ഇത്തരത്തിൽ ഹർത്താൽ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രതിഷേധം കടുപ്പിക്കാൻ സംയുക്ത സമരസമിതി തീരുമാനിച്ചത്. നാളെ രാവിലെ 6 മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഹർത്താലിനോടനുബന്ധിച്ച് പ്രതിഷേധ പ്രകടനവും ഉണ്ടാകും. അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം നിയമസഭ നടക്കുന്ന പശ്ചാത്തലത്തിൽ എടവനക്കാട്ട് വിഷയം വൈപ്പിൻ MLA KN ഉണ്ണികൃഷ്ണൻ നിയമസഭയിൽ ഉയർത്തണം. അതോടൊപ്പം തന്നെ സഭ ഐക്യകണ്ഠേന തങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി കടൽഭിത്തി നിർമ്മാണത്തിന് അംഗീകാരം നൽകണമെന്നാണ് ആവശ്യം. നിലവിൽ DPR ഉൾപ്പെടെ സംസ്ഥാന സർക്കാരിന് കൈമാറിയിട്ടുണ്ട്. 55 കോടിയുടെ പദ്ധതിയാണ് കൈമാറിയിരിക്കുന്നത്. പക്ഷേ സർക്കാർ ഇതുവരെ അനുമതി നൽകാത്തതാണ് പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തത്. അതുകൊണ്ട് സർക്കാർ എത്രയും പെട്ടെന്ന് അനുമതി നൽകണം എന്നുള്ളതാണ് എടവനക്കാട്ടെ ഈ പ്രതിഷേധക്കാരുടെ പ്രധാനപ്പെട്ട ആവശ്യം. പ്രജിൻ, വിഷ്ണു സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. തദ്ദേശ വാർഡ് വിഭജന ബില്ലിൽ ഗവർണറെ ആശങ്കയറിയിച്ച് BJP. ബിൽ വിശദമായി പഠിച്ച ശേഷം അംഗീകാരം നൽകിയാൽ മതിയെന്ന് സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ഗവർണറോട് അഭ്യർത്ഥിച്ചു. ബിൽ തിടുക്കപ്പെട്ട് പാസാക്കിയത് അനുകൂലമായി വാർഡ് വിഭജനം നടത്താനാണെന്ന് BJP ആരോപിക്കുന്നു. അലക്സ് റാം മുഹമ്മദ് നൽകുന്നതിന് വിശദാംശങ്ങൾ തിരുവനന്തപുരത്തുനിന്നും. അലക്സ്, BJP നേതാക്കൾ ഇന്ന് ഗവർണറെ കണ്ടു. ഈ കാര്യങ്ങൾ പ്രത്യേകിച്ചും തദ്ദേശ ബില്ലിലാണ് ഇതിലുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. എന്താണ് മറ്റു വിവരങ്ങൾ? പ്രജിൻ, തദ്ദേശ വാർഡ് വിഭജന ബില്ലിൽ പ്രതിപക്ഷത്തിന്, അതായത് UDFനെ പോലെ തന്നെ BJPയും അവരുടെ ആശങ്ക അറിയിക്കുകയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ നിയമസഭാ സമ്മേളനം തുടങ്ങി ആദ്യ ദിവസങ്ങളിൽ തന്നെ തദ്ദേശ വാർഡ് വിഭജന ബില്ല് നിയമസഭ പാസാക്കിയിരുന്നു. 5 മിനിറ്റ് കൊണ്ടാണ് സഭ ഇത് പാസാക്കിയതെന്ന വിമർശനം ആ ഘട്ടത്തിൽ തന്നെ പ്രതിപക്ഷം ഉയർത്തിയിരുന്നതുമാണ്. വലിയ വാഗ്വാദങ്ങൾക്ക് അത് ആ ദിവസങ്ങളിൽ വഴിവെച്ചിരുന്നതാണ്. ഇപ്പോൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ഗവർണറെ കണ്ടിരിക്കുകയാണ്. കാരണം ഈ ബില്ല് ഗവർണറുടെ അരികിലേക്ക് എത്തിയിട്ടുണ്ട്. ഗവർണർ ഇതുവരെ ബില്ലിൽ ഒപ്പുവെച്ചിട്ടില്ല. ഇന്ന് K. സുരേന്ദ്രൻ ഗവർണറെ കണ്ട് അഭ്യർത്ഥിച്ചത് ബിൽ വിശദമായി പഠിച്ചതിന് ശേഷം ആ ബില്ലിന് അംഗീകാരം നൽകിയാൽ മതി എന്ന അഭ്യർത്ഥനയാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിന് കാരണമായി BJP വ്യക്തമാക്കുന്നത് തിടുക്കപ്പെട്ട് ഈ ബില്ല് പാസാക്കിയത് LDFന് അനുകൂലമായി വാർഡ് വിഭജനം നടത്താൻ എന്നാണ്
BJP കരുതുന്ന ആ ആശങ്കയാണ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. ഈ വാർഡ് വിഭജന ബില്ലുമായി തുടർ നടപടികളുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ഈ ബില്ല് പാസ്സാക്കിയതിന് തൊട്ടു പിന്നാലെ തന്നെ സർക്കാർ ഡീലിമിറ്റേഷൻ കമ്മീഷൻ രൂപീകരിച്ചിരുന്നു. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാൻ ചെയർമാനായി പ്രവർത്തിക്കുന്ന കമ്മീഷനിൽ 5 അംഗങ്ങൾ, 5 മുതിർന്ന IAS ഉദ്യോഗസ്ഥരാണ് അതിൽ അംഗങ്ങളായിട്ടുള്ളത്. അടുത്ത തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ വാർഡ് ഡിവിഷൻ വിഭജനവും അതുപോലെ അതിർത്തി നിർണയവും പൂർത്തിയാക്കുന്നതിനാണ് ഈ കമ്മീഷൻ രൂപീകരിച്ചത്. ആ നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകുമ്പോഴാണ് ആ ബിൽ അംഗീകരിക്കുന്നതിന് മുമ്പ് വീണ്ടും ഒരു പുനരാലോചന നടത്തണമെന്ന ആവശ്യം BJP ഗവർണറെ നേരിട്ട് കണ്ട് അറിയിച്ചിരിക്കുന്നത്. ശരി, അലക്സ് റാമുഹുന്നാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ കിട്ടിയത് പൂർത്തിയാവുന്നു. ഇനി മണിക്കൂറിലെ 100 വാർത്തകളുമായി 100 ന്യൂസിൽ പ്രവിത ലക്ഷ്മി ചേരും. നമസ്കാരം.